അപ്പോൾ ഹലോ എവരി വൺ, നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാത്സിൻ്റെ ടൈം ടേബിൾ എന്താ ഫോക്കസ് ഏരിയ 2021 വേണ്ടിയിട്ട് ഈ വർഷം നിങ്ങൾ സെപ്റ്റംബറിൽ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈം ടേബിൾ. ഇനി പഠിച്ചു വരുന്നവർക്കും ഇനി പഠിച്ചു തുടങ്ങാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ടൈം ടേബിളാണ്. എനിക്കറിയാം കുറേ ആൾക്കാർ 8-6 ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവും, ചില ഒരു ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും പറ്റുന്ന ഒരു അടിപൊളി ടൈം ടേബിൾ ഉണ്ട്. വെറും 45 ഡേയ്സിൽ മൊത്തം മാത്സും അടിപൊളിയായി പഠിച്ചു തീർക്കാൻ പറ്റും. പ്ലസ് റിവിഷനുള്ള ടൈമുണ്ട്. അപ്പോൾ നമുക്ക് മാത്സ് എന്ന് പറഞ്ഞാൽ 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫിസിക്സിൻ്റെയും കെമിസ്ട്രിൻ്റെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. ഫിസിക്സിൻ്റെ അലക്സാർ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു മാത്സിന് വേണം, അതുകൊണ്ടാണ് മാത്സിന് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ മാത്സ് നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഒരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യണം. നമുക്ക് 10-ാം തീയതിയാണ് പരീക്ഷ സെപ്റ്റംബറിലെങ്കിൽ നമ്മളൊരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യണം. എപ്പം മൊത്തം പഠിച്ച് ഒരു പ്രാവശ്യമെങ്കിലും തീർക്കുന്നു. ഒരു പ്രാവശ്യം പഠിക്കാണ്ട് മാത്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു പ്രാവശ്യം പോരാ. അത് കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്യണം, ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാലോ മാത്സ് വെറുതെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. ക്വസ്റ്റ്യൻസ് ചെയ്യണം, അത് പ്രാക്ടീസോടെ മാത്രമേ പറ്റുള്ളൂ. അതാണ് മാത്സിൽ സിമ്പിൾ കാര്യം. മാത്സിൽ വെറുതെ കോൺസെപ്റ്റ്സും ബൈഹാർട്ട് ഒന്നും ചെയ്യേണ്ട, നമ്മൾ എന്താ കുറേ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എന്താ ഫൈനൽ ഡേറ്റ് തീരുമാനിക്കാം. ലാസ്റ്റ് ഡേ ടു ഫിനിഷ് സ്റ്റഡിങ് മാത്സ് 20th ഓഗസ്റ്റ്. 10th സെപ്റ്റംബറിനാണ് എക്സാം. പക്ഷെ എന്താ നമുക്ക് ആദ്യത്തെ ആഴ്ച ഒന്നും പഠിക്കാൻ പറ്റില്ല, കാരണം ഫിസിക്സും കെമിസ്ട്രിയും കമ്പ്യൂട്ടറും കുറേ പഠിക്കാനുണ്ട്. അതിന് മുമ്പൊന്നും പഠിക്കാൻ പറ്റില്ല കുറേ ഒന്നും. അപ്പോൾ പ്രോപ്പറായി നമ്മളെന്താ 28 തീർക്കണം. ഓക്കെ, ഇനിയും കുറേ ദിവസമുണ്ട്. ഇന്നെന്താ ജൂലൈ 3rd ആണ്. അതുകൊണ്ട് എത്ര ദിവസമുണ്ട്, 1.5 മാസം ഏകദേശം ഉണ്ട് നമുക്ക് ഇത് പഠിക്കാൻ. 45 ദിവസം തന്നെ ശരിക്കും പറഞ്ഞാൽ ധാരാളമാണ്, നമുക്ക് സിമ്പിളായിട്ട് തീർക്കാം. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് ചാപ്റ്റേഴ്സ് എത്ര ഉണ്ട്, 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ കറക്റ്റ് പറഞ്ഞുതരും. ഇന്ന് തുടങ്ങുന്നവർക്കുള്ള ഡേറ്റ്സ്, സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ഉണ്ട്. ഓക്കെ, എത്ര നമ്പർ ഓഫ് ഡേയ്സ് വേണം എന്നുള്ളതാ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഓരോ ചാപ്റ്ററും എല്ലാ ചാപ്റ്ററും ഒരേപോലെയാണോ? അല്ല, ഓരോ ചാപ്റ്ററിനും ഓരോ ടൈം എടുക്കണം. നമുക്ക് കുറേ ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ടാവും, കോൺസെപ്റ്റ്സ് കുറേ പഠിക്കാനുണ്ടാവും. അപ്പോൾ എന്താ ട്രിഗ്നോമെട്രിക്ക് ഏറ്റവും വലിയ ചാപ്റ്റർ. പക്ഷെ എന്താ അതുകൊണ്ട് നമ്മൾ ട്രിഗ്നോമെട്രി 2 ദിവസം കൊണ്ടും സെറ്റ്സ് 2 ദിവസം കൊണ്ട് തീർക്കണം? ഇല്ല, ചെറിയ ചാപ്റ്റേഴ്സിന് കുറച്ച് സമയം കൊടുക്കുക. വെയിറ്റേജ് കൂടുതൽ അല്ലെങ്കിൽ കുറേ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന് ദിവസങ്ങൾ കൂട്ടണം. അതങ്ങനെ തന്നെ വേണം. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുന്നവർക്കുള്ള ഡേറ്റ്, സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ചാപ്റ്ററാണ്. അത് 2 ദിവസം എടുക്കും. ഓക്കെ, അപ്പം ഇന്ന് പഠിച്ചാൽ ഇന്നും പഠിക്കുക, നാളെയും പഠിക്കുക, 2 ദിവസമായി. അപ്പം സ്റ്റാർട്ട് ചെയ്യേണ്ട 3rd-ന് 4th-ന് എൻഡ് ചെയ്യാം. ഇതെന്താ 5th-ന് എന്താ തുടങ്ങേണ്ടത്, നമ്മൾ ഒരു ഗ്യാപ്പും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഗ്യാപ്പ് എന്ന് പറയാനുള്ള സമയമില്ല. ഇനി എന്ത് ചെയ്യാം, 5th-ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ദിവസം എടുക്കുന്ന റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ചെയ്യുന്നു. 5th-ന് തുടങ്ങുന്നു, 5th-ഉം പഠിക്കുന്നു 10 ദിവസം, 6th-ഉം പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ 2 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന സിമ്പിൾ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസം പറഞ്ഞിട്ടുണ്ട്, 7th, 11th, 12th. അപ്പോൾ ട്രിഗ്നോമെട്രി ആണെങ്കിൽ 5 ദിവസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 ദിവസം പഠിക്കാനുള്ള കാര്യമുണ്ട്. ഓക്കെ, ഫോക്കസ് ഏരിയയിൽ പോർഷൻസ് കുറവാണെങ്കിലും ട്രിഗണോമെട്രി നമ്മൾ 5 ദിവസം അല്ലെങ്കിൽ 4 ദിവസമൊക്കെ ഇരുന്ന് പഠിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇതിനെക്കാട്ടും കുറവ് സമയം ഒന്നെങ്കിൽ എന്താ 4 ദിവസം പഠിച്ചിട്ട് 5ാമത്തെ ദിവസം റിവിഷൻ ചെയ്തോ. ഓക്കെ, 45 ദിവസത്തെ എല്ലാ കറക്റ്റ് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 16 ചാപ്റ്റർ എങ്ങനെ പഠിക്കാമെന്ന്. ഓക്കെ, ഇനി നോക്കട്ടെ എന്താ PMI പോലത്തെ സിമ്പിൾ ചാപ്റ്റർ എന്താ, ഒരു ദിവസം മതി, ഒരു ദിവസം സ്പെൻഡ് ചെയ്താൽ മതി. PMI വളരെ സിമ്പിളാണ്. നമ്മൾ അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്താൽ ഞാൻ പറയാം എന്താ സംഭവിക്കാമെന്ന്. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് നമ്പർ ഉണ്ട് 4 ദിവസം, ലീനിയർ ഇൻഇക്വാലിറ്റീസ് 1 ദിവസം മതി. ഓക്കെ, പിന്നെന്താ പെർമ്യൂട്ടേഷന് 3 ദിവസം വേണം, ബൈനോമിയൽ തരുന്ന 3 ദിവസം വേണം. സീക്വൻസ് ആൻഡ് സീരീസ് കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ എന്താ 3-4 ദിവസം എടുത്തോ, കുഴപ്പമില്ല. സ്ട്രെയിറ്റ് ലൈൻസും കുഴപ്പമൊന്നുമില്ല, 3 days വേണ്ടി. കോണിക് സെക്ഷൻസ് നമുക്ക് 5 ദിവസം വേണ്ടി വരും. ഓക്കെ, ആ കോണിക് സെക്ഷൻസ് ഇത്ര കോംപ്ലിക്കേറ്റഡ് നമ്മൾ ഇത്ര പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് 5 days ആണ്. 5 days കൊണ്ട് ഈസി ആയിട്ട് പഠിച്ച് തീർക്കാം. ഓക്കെ, ഒന്നും പേടിക്കണ്ട. പിന്നെന്താ ഇൻട്രോ ടു 3D. ഇത് ഇൻട്രോ ടു 3D 2 ദിവസം വേണ്ട, 1 ദിവസം നിങ്ങൾക്ക് റെസ്റ്റ് വേണ്ടിയിട്ടാണ്. 1 day പഠിക്കുക, 1 day റെസ്റ്റ് എടുക്കുക. സിമ്പിൾ ചാപ്റ്റർ, 2 ഫോർമുല 3 ഫോർമുല പഠിക്കാനുള്ളൂ. ഇനി ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് നമുക്ക് 4 ദിവസം എടുക്കണം. കാരണം എന്താ, അത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് പുതിയൊരു കോൺസെപ്റ്റാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണ്ടി. അത് 4 ദിവസം. മാത്തമാറ്റിക്കൽ റീസണിങ് സിമ്പിൾ ചാപ്റ്റർ 1 ദിവസമൊക്കെ മതി. പിന്നെ എന്താ സ്റ്റാറ്റിസ്റ്റിക്സ് 3 ദിവസം, പ്രോബബിലിറ്റി 3 ദിവസം. അപ്പോൾ അവസാനം നമ്മൾ എന്ന് തീരും, 16th തീരും. ഇത് ആർക്ക് തീരും, നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങി ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ. അപ്പം നിങ്ങളൊന്നും പേടിക്കണം. എനിക്കറിയാം കുറേ ആൾക്കാർ നമ്മുടെ എക്സാമിൻ്റെ സ്റ്റുഡൻസ് എടുത്തി നമ്മളിതാ ആദ്യത്തെ 7-8 ചാപ്റ്റർ മൊത്തം കഴിഞ്ഞു. അല്ല 8 ചാപ്റ്റർ മൊത്തം കഴിഞ്ഞു. നമ്മുടെ ഈ ഫസ്റ്റ് സ്ലൈഡ് മൊത്തം കഴിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മളെന്താ മൊത്തം പഠിച്ചു, അതിന് റിവിഷൻ ഓൺലൈൻ പോയി. ഇനി എന്താ ഇതിൻ്റെ പകുതി ഇതാ ആദ്യത്തെ 5 ചാപ്റ്ററിൻ്റെ ഡൗട്ട് ക്ലിയറൻസും കഴിഞ്ഞു. ഓക്കെ, അതിന് ഡൗട്ട് ക്ലിയറൻസ് കഴിഞ്ഞു. ഇനി PYQ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ എത്തി എക്സാമിനുള്ള സ്റ്റുഡൻസ് ആരൊക്കെ 999 വാങ്ങിച്ചവരും +1 +2 അഡ്മിഷൻ എടുത്തവരും. ഓക്കെ, അപ്പോൾ അവരൊക്കെ ഇത് കഴിഞ്ഞു. അവരൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഡേറ്റ്സ് ഒന്നും നോക്കരുത്. നിങ്ങളെന്താ
ഇവിടെ മുതൽ ബാക്കിയുള്ളവங்க നോക്കിയാൽ മതി. ഡേറ്റ്സ് നോക്കണ്ട, എത്ര ദിവസം എടുക്കുന്നു നോക്കുക, ആ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഇത് കാൽക്കുലേഷൻ നോക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് എന്താ 3rd ജൂലൈ എവിടെയാണ്? 3rd ജൂലൈ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക, ഇങ്ങനെ പോവുക. നിങ്ങൾ എന്താ ഏകദേശം 15 ദിവസം മുമ്പേ തീർക്കും. അപ്പോൾ ഇതാ ഓഗസ്റ്റ് 1 നിങ്ങൾ തീർക്കും. ഓഗസ്റ്റ് 1 2 നിങ്ങൾക്ക് സുഖമായിട്ട് തീർക്കാം. അത് കഴിഞ്ഞിട്ട് ഫുൾ റിവിഷൻ, നമുക്ക് കുറേ പേപ്പർ ചെയ്യേണ്ട, ക്വസ്റ്റ്യൻ ചെയ്യാണ്ട്, ഡിസ്കഷൻ, ഡൗട്ട് ക്ലിയർ, സ്പെഷ്യൽ റിവിഷൻ എല്ലാം ഉണ്ടാവും. ഇനി ബാക്കിയുള്ളവരെന്താ, ഇന്ന് തുടങ്ങുന്നവരെന്താ ഇന്ന് തുടങ്ങിക്കോ, നമുക്കിതാ ഓഗസ്റ്റ് 16 തീർക്കണം. 20th കഴിഞ്ഞിട്ട് തീർക്കരുത് കേട്ടോ. 20th കഴിഞ്ഞിട്ട് നമുക്ക് കുറേ പരിപാടികളുണ്ട്, റിവിഷനും കുറേ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 16th തീർക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും +1 മാത്സിൽ പറ്റുന്നൊരു അബദ്ധം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്കത് പറ്റരുത്. ഓക്കെ, നമുക്ക് 16 ചാപ്റ്റേഴ്സ് ഉണ്ട്, 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലെ ആദ്യത്തെ ഒരു 5-6 ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സാണ്. ട്രിഗ്നോമെട്രി അല്ലാണ്ട് ബാക്കിയുള്ള ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും, ഓ ഞാനിപ്പോൾ 4 ചാപ്റ്റർ കഴിഞ്ഞല്ലോ, സിമ്പിളായല്ലോ, ഇനി എന്ത് ചെയ്യാം, എനിക്ക് ആ സെയിം സ്പീഡിൽ തന്നെ ബാക്കി പോകുന്നു. അല്ല, ഫിസിക്സും അങ്ങനെ തന്നെയാണ്. ഫിസിക്സ് ആദ്യത്തെ ചാപ്റ്റർ സിമ്പിൾ ആയിരിക്കും, അവസാനത്തേക്ക് ഭയങ്കര പണിയാവും. അതുപോലെ തന്നെ മാത്സിലാണ് സംഭവിക്കും. പക്ഷെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ? ഇല്ല, നമുക്കിത് അറിയാം. അതുകൊണ്ട് തന്നെ അവസാനത്തേക്ക് ടൈം കൂട്ടി കൊടുത്തിട്ടുണ്ട്, സ്പീഡ് കുറച്ച് പഠിക്കാൻ വേണ്ടി. ഇതാ ലിമിറ്റ്സ് ടഫ് ചാപ്റ്ററാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് കുറച്ച് പുതിയതുണ്ട്, പിന്നെന്താ കോണിക് സെക്ഷൻ നല്ല ടഫാണ്, സീക്വൻസ് സീരീസ് കുറച്ച് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ചാപ്റ്റേഴ്സിൽ ഓവർ സമയം കളയാണ്ട് വേഗം തന്നെ പോകണം. ഓക്കെ, ഇതിലെ കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കി 1-2 ദിവസം കൊണ്ട് മൊത്തം പഠിച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് അവസാനത്തെ ചാപ്റ്റേഴ്സ് നല്ല ടൈം സ്പെൻഡ് ചെയ്യണം. അതിൻ്റെ റിവിഷൻ ഇല്ലാണ്ട് ഞാൻ പറഞ്ഞല്ലോ, മാത്സ് നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്യണം ക്വസ്റ്റ്യൻസ്. എക്സാം ഷീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, എക്സാം ഷീറ്റ് ചെയ്യാം. എക്സാം ഷീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ആപ്പിൽ എല്ലാവർക്കും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഓരോന്നായിട്ട് വരുന്നുണ്ട്. ഫുൾ ഫ്രീ ആണ്, 100% വേണമെങ്കിൽ ഫ്രീ ആയിട്ട്. ഇതെന്താ, നിങ്ങൾ സബ്സ്ക്രൈബർ സ്റ്റുഡൻ്റ് ഒന്നും ആവണ്ട, എല്ലാവർക്കും എക്സാം ഷീറ്റ് കിട്ടും. അത് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ എന്താ, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. പ്രീവിയസ് ഇയർ PYQs പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഡൗട്ട്സ് നമ്മുടെ എക്സാമിനർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഡൗട്ട് സെഷൻ്റെ കൂടെ നമ്മളെന്താ PYQ സെഷൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി എല്ലാവരും ചെയ്യണം. അപ്പോൾ എൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനിൽ മാത്രം ഇരുന്നാൽ പോരെ, ഇരുന്നിട്ട് എന്ത് ചെയ്യണം, അതുകഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആപ്പ് ഉള്ളവർക്ക് എന്താ, ആപ്പ് സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് ലൈവായിട്ട് കിട്ടുകയും ചെയ്യും. അത് ഓഫ്ലൈനായിട്ട് ഓരോ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ മൊത്തം സോൾവ് ചെയ്തതുണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടാൽ തന്നെ എന്താണെങ്കിലും ചെയ്യും. ഇത് പ്രാക്ടീസ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഫോക്കസ് ഏരിയ ഉണ്ട്. അപ്പോൾ എന്താ, ഫുൾ മാർക്സ് മേടിക്കണം. അപ്പോൾ നമുക്ക് 45 ദിവസം കൊണ്ട് ഇത് മൊത്തം തീർക്കാം. ഇനി 16th കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പഠിത്തം നിർത്തിയോ? ഇല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് റിവിഷൻ. ഓക്കെ, ഓരോ ചാപ്റ്ററിൻ്റെ ടെസ്റ്റൊക്കെ ഞങ്ങൾ എക്സാമിനർ സ്റ്റുഡൻസിന് തരും. ബാക്കിയുള്ളവരെന്താ ആ സമയത്ത് റിവൈസ് ചെയ്യുക. നമ്മളും എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവും, സ്പെഷ്യൽ ക്ലാസ്സസ് രാവിലെ ഉച്ചയ്ക്ക് രാത്രിയൊക്കെ ഉണ്ടാവും. ഒന്നും പേടിക്കേണ്ട. ഇനി എന്താ, നമുക്കറിയാം 7th കെമിസ്ട്രി എക്സാം. അപ്പോൾ അതിൻ്റെ 3-4 ദിവസം മുമ്പ് ഒന്നും പഠിക്കാൻ പറ്റില്ല. നമ്മൾ കെമിസ്ട്രി ഇരുന്ന് പഠിക്കേണ്ടി വരും. കമ്പ്യൂട്ടർ എന്താ, നമുക്ക് ഒരു ദിവസമുള്ള പഠിക്കാൻ. അപ്പോൾ എന്താ, ഇവിടെ കമ്പ്യൂട്ടറും പഠിക്കണം, ഇവിടെ കെമിസ്ട്രിയും പഠിക്കണം. എല്ലാം കൂടി അവസാനം നമുക്ക് കുറേ സമയമൊന്നും കിട്ടില്ല. മാത്സ് 10th അതിനെന്താ, നമുക്ക് 8th 9th വൈകുന്നേരം പഠിക്കാൻ കിട്ടും. ഓക്കെ, 10th കിട്ടില്ല, 10th എക്സാം. അപ്പോൾ എന്താ, ആദ്യത്തെ ഒരാഴ്ച പോയി, ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം ഇവിടെ കിട്ടി. ഇവിടെ വെറും ഫോർമുലാസ്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്, ആ കാര്യങ്ങൾ മാത്രം റിവൈസ് ചെയ്യും 2 ദിവസം. എല്ലാം അപ്പോഴത്തേക്ക് പഠിച്ച് റിവൈസ് ചെയ്ത് കഴിയണം. ഇവിടെ എന്താ, പെട്ടെന്നൊരു ക്വിക്ക് റിവിഷൻ, വേറെ ഒന്നും നടക്കൂല, അതിനുള്ള സമയമുള്ളൂ. 16 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ഓർക്കണം. ഓക്കെ, നമ്മൾ 10th പോലെ അല്ല, കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 8th 9th നമ്മൾ ക്വിക്ക് റിവിഷൻസ് മാത്രം. പിന്നെ എന്താ, അതുകൊണ്ടാണ് 20th തീർക്കുന്നു. 20th തീർത്തിട്ട് നമുക്ക് എത്ര, ഏകദേശം ഒരു 10 ദിവസം ഫുൾ റിവൈസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് ഇയേഴ്സും പാസ്റ്റ് പേപ്പേഴ്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫോർമുലാസും ഓരോ ട്രിക്സും ഒക്കെ നമുക്ക് റിവൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കാൻ തുടങ്ങാത്തവർ ഇന്ന് തന്നെ തുടങ്ങുക. ഇവിടെയൊക്കെ എത്തിയവർ എന്ത് ചെയ്യുക, ഈ സ്പീഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നമുക്കെന്താ റിവൈസ് ചെയ്യാൻ പറ്റും, റിവൈസ് ചെയ്താൽ മാർക്സ് ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പ്രാവശ്യം നമുക്ക് 3 മാസം കിട്ടിയുണ്ട്, കുറേ സമയമുണ്ട്. ഇനിയും സീരിയസ് ആകാത്തവർ സീരിയസ് ആയിക്കോ, കാരണം നമുക്ക് ഇനി കുറേ സമയമൊന്നുമില്ല. തുടങ്ങിയവർക്ക് വെരി ഗുഡ്. തുടങ്ങാത്തവരെന്താ, ഇപ്പം തന്നെ തുടങ്ങിയിട്ട് തകർത്തോ, നമുക്ക് ഇനിയും ഫുൾ A+ ഫുൾ മാർക്ക് മേടിക്കാനുള്ള ടൈമുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും. കുറച്ചുകൂടി കഴിയുമ്പോൾ രാവിലെ വൈകുന്നേരം ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ എക്സാമിനർ സ്റ്റുഡൻസ് 999 പാക്കേജ് എടുത്തവർക്ക് രാവിലെ 11 മണിക്ക് എല്ലാ ദിവസവും ലൈവ് സെഷൻസും ഉണ്ട്. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് വേറെ സെഷൻസും ഉണ്ട്. അപ്പോൾ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ, പഠിച്ച് തുടങ്ങാത്തവർ, ബാക്കിയുള്ളവരെന്താ, കീപ് സ്റ്റഡിങ്, ഫുൾ മാർക്സ് കിട്ടും. ഓക്കെ, നമ്മളെല്ലാവരുടെ കൂടെ ഉണ്ട് എക്സാമിനർ. ഓൾ ദ ബെസ്റ്റ്.